CITUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ ഏകപക്ഷീയമായി നടപ്പിലാക്കിയ മോദി സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ലേബർ കോഡിന്റെ കോപ്പികൾ കത്തിച്ചുകൊണ്ട് CITUവിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രകടനവും പൊതുയോഗവും നടത്തി. നിരവധി പേർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളിയെ പിരിച്ചുവിടാൻ പാടില്ല. പിരിച്ചുവിടണമെങ്കിൽ ഗവൺമെന്റ് അംഗീകാരം വേണം. ഈ നിയമത്തിൽ പറയുന്നത് 300 തൊഴിലാളി വരെ പണിയെടുക്കുന്ന സ്ഥാപനത്തിൽ ഏകപക്ഷീയമായി തൊഴിലുടമക്ക് തൊഴിലാളിയെ പിരിച്ചുവിടാം. ഒരാനുകൂല്യം കൊടുക്കേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ 77% വ്യവസായ സ്ഥാപനങ്ങളും 300 താഴെ തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനങ്ങളിൽ ആ തൊഴിലാളിക്ക് ഇപ്പോൾ മിനിമം കൂലിയുണ്ട്, PF ഉണ്ട്, ഗ്രാറ്റുവിറ്റി ഉണ്ട്, എല്ലാ നിയമങ്ങളും ഉണ്ട്. ഇനി മുതൽ ആ തൊഴിലാളിക്ക് ഈ നിയമം, ഈ ആനുകൂല്യം കൊടുക്കേണ്ടതില്ല എന്നാണ് പച്ച മലയാളത്തിൽ ഇപ്പോൾ BJP പാസ്സാക്കിയ നിയമത്തിൽ പറയുന്നത്. എല്ലാവരും എതിർക്കണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥന. എന്തായാലും ഇന്ത്യയിലെ BMS ഒഴികെയുള്ള എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും ഇന്നലെ യോഗം ചേർന്നു. 26-ാം തീയതി രാജ്യവ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങളും റാലികളും നടത്താൻ വേണ്ടി പോവുകയാണ്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടമായതുകൊണ്ട് ഒരു പണിമുടക്ക സമരത്തിലേക്ക് ഇപ്പോൾ ഞങ്ങൾ പോകുന്നില്ല. CITU ഇന്നലെയും ഇന്നും നാളെയുമായി വ്യാപകമായി ഇത്തരത്തിൽ ചെറുതും വലുതുമായ പ്രതിഷേധം നടത്തി ഈ ഉത്തരവിന്റെ കോപ്പികൾ കത്തിച്ച്, പരസ്യമായി കത്തിച്ച് പ്രതിഷേധം രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. AR ധന്യവാദ് അധ്യക്ഷത വഹിച്ചു. K രവീന്ദ്രൻ, ഗിരികൃഷ്ണൻ, P ജാനകി, C ശോഭലത, K വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.